കഥ പാലം. എഴുതിയത് ശ്രീകുമാരി ടീച്ചർ. രാത്രിയിൽ കിടക്കാൻ നേരത്തുള്ള ഗുളിക കഴിക്കാനായി വെള്ളമെടുക്കുമ്പോഴാണ് ഫോൺ ശബ്ദം കേട്ടത്. ഫോൺ എടുത്തു. അങ്ങേ തലയ്ക്കൽ മഞ്ജുവിൻ്റെ ശബ്ദം. അമ്മേ, ഞാനും മഞ്ജുവും ചിഞ്ചുവും കൂടി അങ്ങോട്ട് വരുന്നുണ്ടേ. ചിഞ്ചുവിന് 1 മാസത്തെ ലീവുണ്ട്. അത് അമ്മയുടെ അടുത്താവണമെന്ന്. അഞ്ജുവാണ് പറഞ്ഞത് ചേച്ചിയും ഉണ്ടാവണമെന്ന്. അവർ നിർബന്ധിച്ചതുകൊണ്ടാണ് ഞാൻ സമ്മതം മൂളിയത്. അമ്മയെ കഷ്ടപ്പെടുത്താൻ ഇറങ്ങുന്നു, നീ പോകണ്ട എന്ന് പ്രതിവേട്ടൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മയ്ക്ക് ഞങ്ങളെ 3 പേരെയും കൂടി ഒന്നിച്ച് കാണുന്നതാണ് ഇഷ്ടം. വലുതാകുമ്പോഴും പരസ്പരം സ്നേഹത്തോടെ കഴിയണമെന്ന് പറഞ്ഞു തന്നെയാണ് അമ്മ ഞങ്ങളെ വളർത്തിയത്. ഓ, മണി 10 ആയില്ലേ. അമ്മയ്ക്ക് ക്ഷീണം കാണും. ഗുളിക കഴിക്കാൻ മറക്കല്ലേ. കിടന്നോളൂ. ഗുഡ് നൈറ്റ്. പെട്ടെന്ന് തന്നെ ചോദിച്ചു, എന്നാണ് വരുന്നത്? 2 ദിവസം കഴിഞ്ഞാൽ ഉടൻ ഞങ്ങൾ എത്തുമമ്മേ. ഫോൺ കട്ടായി. ഗീത ഫോണും കയ്യിൽ പിടിച്ച് നിന്നുപോയി. 3 പേരും കൂടി 1 മാസം. ഒപ്പം അവരുടെ 8 വയസ്സ് താഴെയുള്ള 5 മക്കളും ഉണ്ടാവും. ലൈറ്റ് അണച്ച് കിടന്നിട്ടും ഗീതയ്ക്ക് ഉറക്കം വന്നില്ല. ഇപ്പോൾ വരേണ്ട എന്ന് പറയണമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ പറഞ്ഞില്ല. പ്രത്യക്ഷത്തിൽ ഒരമ്മ പറയാൻ പാടില്ലാത്തതാണ്. പറയേണ്ടത് തക്ക സമയത്ത് പറയാതെ ഒരൊട്ടകം പണിയുന്നത് പോലെ പണിത് മക്കളുടെ പ്രീതി സമ്പാദിക്കാം, അല്ലെങ്കിൽ മക്കളുടെ പ്രിയപ്പെട്ട അമ്മയാകാം എന്ന് വിചാരിച്ചിട്ട് തളർന്നു വീണ ഒരു അമ്മയാണ് ഞാൻ. ഗംഗേട്ടൻ മരിക്കും വരെ മേലെങ്കിൽ നിനക്ക് അവരോട് പറഞ്ഞൂടെ എന്ന് ശാസിച്ചിരുന്നു. സഹായമൊന്നും ചെയ്തില്ലെങ്കിലും തൻ്റെ വിശ്രമമില്ലാത്ത പണിയിൽ ആ മനസ്സ് നൊന്തിരുന്നു എന്നെനിക്കറിയാം. അധികം താമസിയാതെ ആ സഹതാപ ദൃഷ്ടിയും തനിക്ക് നഷ്ടമായി. ചിഞ്ചു 2ാമത്തെ പ്രസവത്തിന് വന്നപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, മോളെ, ഒരു ഹോം നേഴ്സിനെ നിർത്തൂ. പ്രസവശേഷം കുട്ടിയെ നോക്കലും ഭക്ഷണം ഉണ്ടാക്കലും അലക്കും എല്ലാം കൂടി എനിക്കാവില്ല. ഉടനെ തന്നെ അവൾ പറഞ്ഞു, 1 മാസത്തേക്ക് 25,000 രൂപ വേണം, വെറുതെ അവരെ കൂടെ തീറ്റിപ്പോറ്റാൻ. അഥവാ വേണമെങ്കിൽ അമ്മ നിർത്ത്. ഇതെല്ലാം അമ്മ വീട്ടുകാരല്ലേ നോക്കേണ്ടത്. 1ാമത്തെ പ്രസവം അമ്മ വീട്ടുകാരല്ലേ മോളെ നോക്കിയത്. ഇനിയും അത് പറ്റുമോ? മാത്രമല്ല നിനക്ക് ജോലിയുണ്ടല്ലോ. ദേഷ്യത്തോട് ചിഞ്ചു പറഞ്ഞു. അമ്മയ്ക്ക് മേലെങ്കിൽ വേണ്ട, ഞാൻ ജീവേട്ടൻ്റെ വീട്ടിലേക്ക് പോയിക്കൊള്ളാം. കൂടുതലൊന്നും പറയാതെ അടുക്കളയിലേക്ക് വലിഞ്ഞു. പ്രസവം കഴിഞ്ഞ് 2 ചേച്ചിമാരും അമ്മയെ സഹായിക്കാനായി മാറി മാറി വന്നു. ഉണ്ടാക്കി വയ്ക്കുന്നത് എടുത്തു കൊടുക്കുക, ചൂടുവെള്ളം കുളിമുറിയിൽ എത്തിച്ചു വെച്ചാൽ കുളിക്കാൻ സഹായിക്കുക, തുണി അലക്കിയിട്ടാൽ അത് ഉണങ്ങുമ്പോൾ പെറുക്കിയെടുത്ത് കൊണ്ടുവന്നാൽ മടക്കുക. ഒപ്പം സ്വന്തം മക്കളെ നോക്കാൻ ആരുമില്ല എന്ന് പറഞ്ഞ് പരാതിയും. രാത്രിയിൽ കുഞ്ഞുങ്ങൾ കരഞ്ഞാൽ ഉടൻ ചിഞ്ചു പറയും, അമ്മേ, അവൻ ഇത്തിരി ടിൻപാല് കലക്കി കൊടുക്കൂ. നേരത്തെ ശീലിപ്പിക്കുന്നതാണ് നല്ലത്. രാത്രി കുഞ്ഞു കരയുമ്പോഴെല്ലാം എടുത്ത് അവനെ ഉറക്കണം. 3 പെൺമക്കളും ഓരോ മുറിയിൽ മൂടി പുതച്ച് കിടക്കുകയാവും. 9 മാസം കഴിഞ്ഞു. ജീവന്റെ വീട്ടിൽ നിന്നും അവളെ കൂട്ടാനായി വരുന്നു എന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ ആശ്വാസമായി. ഇവൾ പോയിട്ട് വേണം ഒന്ന് മതിയാവോളം ഉറങ്ങാനും സ്വന്തം കാര്യം നോക്കി നടക്കാനും. ഒന്ന് ക്ഷേത്രത്തിൽ പോയിട്ട് വർഷം 1 ആയി. ചിഞ്ചു ജീവനോട് ഫോണിൽ പറയുന്നത് കേട്ട് ഞെട്ടിപ്പോയി. ജീവേട്ടാ, അമ്മ പറയുന്ന 2-3 മാസം കൂടി കഴിയട്ടെ, അപ്പോൾ കുഞ്ഞിന് 1 വയസ്സാകുമല്ലോ, അപ്പോൾ കൊണ്ടുപോയാൽ മതിയെന്ന്. ധരിച്ചു നിന്നുപോയി. 90 കഴിഞ്ഞാൽ പോണം മോളെ എന്ന് പറഞ്ഞപ്പോൾ ദേഷ്യത്തോടെ അവൾ പറഞ്ഞു, ഈ അമ്മയെ പോലെ ഒരു അമ്മ ഉണ്ടാവില്ല. എല്ലാവർക്കും മക്കളെ കുറേ നാൾ കൂടി ഒപ്പം കിട്ടട്ടെ എന്ന വിചാരമാണ്. ഡൽഹിയിലേക്ക് പോയാൽ പിന്നെ അടുത്തൊന്നും ഇങ്ങോട്ട് വരാൻ പറ്റില്ല. അമ്മയ്ക്കും ഒരു ക്രെഡിറ്റ് ആയിക്കോട്ടെ എന്ന് കരുതിയാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. വാദത്തിൻ്റെ അസ്വസ്ഥതയിൽ ഞെരുങ്ങിയും മൂളിയും ദിവസങ്ങൾ തള്ളി നീക്കുകയായിരുന്നു. അതിനിടെ പ്രഷർ കൂടി. എന്നിട്ടും 3 മാസം തള്ളി നീക്കി. ഒരു കല്യാണ നിശ്ചയ ആഘോഷം പോലെ 28 കെട്ടും പേരുവിളിയും എല്ലാം നടന്നു. ആരോടോ ദേഷ്യമുള്ള മട്ടിൽ ചിഞ്ചു കാറിൽ കയറി. ഒരു ചുറ്റിപ്പിടുത്തവും ഉമ്മയെ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. കുഞ്ഞുമോന് ഉമ്മ കൊടുത്തു. അവളുടെ മടിയിൽ വയ്ക്കുമ്പോൾ കണ്ണുകൾ നിറഞ്ഞു. കരയാനും മാത്രം ഇതെന്താ? ബാക്കി അവൾ പറയും മുമ്പേ ഞാൻ കൈകൊണ്ട വാ പൂട്ടി. ജീവൻ ദേഷ്യത്തോടെ അവളെ നോക്കി. അവൾ ഒന്നടങ്ങിയ പോലെ പോട്ടെ എന്ന് ചോദിച്ചു. ജീവന്റെ അമ്മ സ്നേഹത്തോടെ കൈപിടിച്ച് ഒരു കവർ തന്നത് ഞാൻ ചിഞ്ചുവിൻ്റെ കയ്യിൽ തന്നെ കൊടുത്തു. അവളുടെ മുഖത്ത് പെട്ടെന്നൊരു സന്തോഷം. അമ്മാവനും അമ്മയും മറ്റു ബന്ധുക്കളും അടുത്ത മുറിയിൽ ഉറങ്ങുന്നുണ്ടെങ്കിലും എനിക്കുറക്കം വന്നതേയില്ല. മക്കളായി ഒരു പെൺകുട്ടിയെങ്കിലും വേണമെന്ന് പറയുന്നതാണ് ഞാൻ ഇതുവരെ കേട്ടിട്ടുള്ളത്. ഇവിടെ 3 പെൺമക്കൾ. 3 പേരും റെസ്റ്റ് എടുക്കാൻ തറവാട്ടിലേക്ക് മാറി മാറി വരും. വന്നാൽ മക്കളെ എന്നെ ഉപേക്ഷിച്ച് ഏൽപ്പിച്ചിട്ട് സിനിമ കണ്ടും ഷോപ്പിംഗ് നടത്തിയും ഹോട്ടൽ ഭക്ഷണം കഴിച്ചും ഉല്ലാസമായി ജീവിക്കും. ഇടയ്ക്കിടെ പറയുന്നത് കേൾക്കാം, ഈ പണം കൂട്ടിവെച്ചിട്ട് എന്തിനാ? ജീവിതം ഒന്നല്ലേ ഉള്ളൂ, അത് ആസ്വദിച്ച് ജീവിക്കണം. ഈ ചിന്ത പഴയ തലമുറക്കാർ മണ്ടന്മാരായതുകൊണ്ട് ചെയ്യാത്തതാണെന്ന് കരുതുന്ന യുവജനതയുടെ രീതിയിൽ മാറ്റം വരണമെങ്കിൽ കടമ
കടപ്പാട്, സ്നേഹം എല്ലാം മാറ്റിവെച്ച് ഇവരെല്ലാം ഒരു പരിധിക്കപ്പുറം ഇടപെടാൻ അനുവദിക്കാതിരിക്കുകയേ നിവൃത്തിയുള്ളൂ. അപ്പോഴേ ഇവർ വയോജനങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയുള്ളൂ. ഗീത പെട്ടെന്നോർത്തു. രമണി നാളെ മദ്രാസിൽ പോകുന്നു. തന്നെയും വിളിച്ചതാണ്. ഇല്ല എന്നാണ് അവളോട് പറഞ്ഞത്. നാളെ പോവുക തന്നെ. മഞ്ജുവും ചിഞ്ചുവും മക്കളും വീടിൻ്റെ മുന്നിലെത്തിയപ്പോൾ ഗേറ്റ് പൂട്ടിയിരിക്കുന്നു. കാറിൻ്റെ ഒച്ച കേട്ട് അടുത്ത വീട്ടിലെ ശിവാനി മുൻവശത്തേക്ക് വന്നു. മഞ്ജു, നിങ്ങൾ വരുമ്പോൾ ഇത് തരാൻ പറഞ്ഞു. ശിവാനി ഒരു കത്തും താക്കോലും അവളെ ഏൽപ്പിച്ചു. മക്കളെ, ഞങ്ങൾ മധുരമീനാക്ഷി ക്ഷേത്രത്തിലും പളനിയിലും പോകുന്നു. വന്നിട്ട് കാണാം. തങ്ങളുടെ പരിപാടികളെല്ലാം തകർന്നടിഞ്ഞ ദേഷ്യത്തോടെ അവർ വീട് തുറന്ന് സാധനങ്ങൾ എടുത്തു വെച്ചു. ഭക്ഷണം കഴിച്ചിട്ട് വന്നതുകൊണ്ട് വേഗം തന്നെ ഓരോ മുറിയിൽ കയറി ഉറക്കം പിടിച്ചു. ഓക്കെ, താങ്ക് യു. കഥ ശുഭം.